ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഒരുപാട് പ്രതിസന്ധികളാണ് ഇത്തവണത്തെ ISLന് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അതെല്ലാം തരണം ചെയ്തുകൊണ്ട് ഒടുവിൽ ISL ആരംഭിക്കുകയാണ്. ഫെബ്രുവരി 14-ാം തീയതിയാണ് ISL തുടങ്ങുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് അപ്ഡേറ്റുകൾ ഇന്നലെ ആശിഷ് നേഗി നൽകിയിരുന്നു. അതായത് ഇന്നലെ ഖേൽനൌവിൻ്റെ യൂട്യൂബ് ചാനലിൽ അദ്ദേഹം ലൈവ് വന്നിരുന്നു. എല്ലാ ക്ലബ്ബുകളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിദേശ താരത്തെ കൂടി കൊണ്ടുവരും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ചില ഡൊമസ്റ്റിക് താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കിയേക്കും എന്നും നേഗി പറഞ്ഞിരുന്നു. ഈ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ചില ക്ലബ്ബുകൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ക്ലബ്ബുകളും ഇപ്പോൾ അടച്ചു പൂട്ടൽ ഭീഷണിയിലാണ് എന്നാണ് ആശിഷ് നേഗി പറഞ്ഞിട്ടുള്ളത്. മോഹൻ ബഗാൻ, ബംഗളൂരു FC, പഞ്ചാബ് FC, ഡൽഹി, ജംഷഡ്പൂർ FC, ഈസ്റ്റ് ബംഗാൾ, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈ ടീമുകൾ മാത്രമാണ് ഇപ്പോൾ ഒരു സുരക്ഷിതമായ നിലയിൽ ഉള്ളത്. ബാക്കിയുള്ള എല്ലാ ടീമുകളും ഇപ്പോൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്നുണ്ട് എന്ന കാര്യം നേഗി ഇന്നലത്തെ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ അടച്ചുപൂട്ടൽ ഭീഷണി ഇപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പോൾ എല്ലാ ക്ലബ്ബുകളും നേരിടുന്നത്. പക്ഷേ മോഹൻ ബഗാന്റെയും ഈസ്റ്റ് ബംഗാളിന്റെയും അതുപോലെ തന്നെ ജംഷഡ്പൂർ FCയുടെയും ഒക്കെ കാര്യം എടുത്തു പരിശോധിച്ചാൽ അവരുടെ ഉടമസ്ഥർ അത്രയധികം ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെയുള്ള ടീമുകൾ പലപ്പോഴും വരുമാനം കൊണ്ട് പിടിച്ചു നിൽക്കുന്ന ടീമുകളാണ്. എന്നാൽ ഇത്തവണ വരുമാനത്തിൽ വലിയ ഇടിവ് സംഭവിക്കുമ്പോൾ സാമ്പത്തികപരമായി അത് കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ടീമുകളെ ബാധിക്കും. അതുകൊണ്ടാണ് ഈ ഒരു അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്നത് എന്നാണ് ആശിഷ് നേഗി പറയുന്നത്. നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സ് 6 വിദേശ താരങ്ങളെയും ഒഴിവാക്കിയതിൻ്റെ കാരണം വളരെ വ്യക്തമാണ്. കാരണം ഇവർക്ക് നല്ല രൂപത്തിലുള്ള സാലറി കോൺട്രാക്റ്റ് പ്രകാരം നൽകണമായിരുന്നു. അതുകൊണ്ടാണ് 6 വിദേശ താരങ്ങളെയും പറഞ്ഞു വിട്ടിട്ടുള്ളത്. പുതിയതായി കൊണ്ട് ടീമിലേക്ക് എത്തിക്കുന്ന വിദേശ താരങ്ങൾക്ക് പൊതുവെ സാലറി കുറവാണ്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും കൂടുതൽ ചിലവ് ചുരുക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് അവർക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.